ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് പാലിയേക്കര ടോൾ പിരിവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ടോൾ വിലക്ക് തുടരും എന്നുള്ള വാർത്തയാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, അങ്ങനെ ഇനിയും ടോൾ പിരിക്കാനാകില്ല എന്നുള്ള തരത്തിലേക്ക് തന്നെ അതിൽ ഒരു കാലപരിധി ഇപ്പോൾ പറയുന്നുണ്ടോ? എന്താണ് കോടതിയുടെ ഉത്തരവ്? അതിന്റെ നേരത്തെ ഏർപ്പെടുത്തിയ വിലക്ക് അതൊരു സ്വാഭാവിക നടപടിയുടെ ഭാഗമായി തുടരുകയാണ്. ഇന്ന് കളക്ടറുടെ റിപ്പോർട്ട് കോടതി വിശദമായി പരിശോധിച്ച ശേഷമാണ് ഈ കേസ് പരിഗണിച്ചത്. ഒപ്പം കോടതിയിൽ ആ ഘട്ടത്തിൽ ഹർജിക്കാർ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി. ആ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതയുണ്ട്, ഇപ്പോഴും കാര്യമായി നടക്കുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ ഹർജിക്കാർ പറഞ്ഞു. ആ പശ്ചാത്തലത്തിലാണ് കോടതി തന്നെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ കളക്ടറോട് ഈ ഹർജിക്കാർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അറിയിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 2 മണിവരെ സമയം കൊടുത്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ല, അവിടെ ഗതാഗത പ്രശ്നമുണ്ട്, അപകട സാധ്യതയുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് ഇന്ന് 2 മണിവരെ ആ സമയത്തിനുള്ളിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറെ അറിയിച്ചാൽ അദ്ദേഹം അത് പരിശോധിച്ചൊരു പുതിയ റിപ്പോർട്ട്, അത് ഈ പരാതിക്കാരെ കൂടി കേട്ട ശേഷം ഒരു പുതിയ റിപ്പോർട്ട് നിലവിൽ ഹൈക്കോടതിയെ സമർപ്പിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഈ വ്യാഴാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കാമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുവരെ സ്റ്റേ നിലവിൽ തുടരും. ഭാഗികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് നിലവിൽ NHAയും അതോടൊപ്പം തന്നെ കളക്ടർ റിപ്പോർട്ടിലുമൊക്കെ വ്യക്തമാക്കുന്നത്. പക്ഷേ കോടതി അങ്ങനെ ഭാഗികമായ ഒരു റിപ്പോർട്ട് പണി പൂർത്തിയായിട്ട് കാര്യമില്ല എന്ന് ഇത്തവണയും വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് പരാതിക്കാരെ കൂട്ടി കേട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കാൻ ഒരു റിപ്പോർട്ട് നിലവിൽ കോടതി ചോദിച്ചിരിക്കുന്നത്. അനുജ, അതായത് വിഷ്ണു, ഇപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തികൾ ഏറെക്കുറെയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് NHA പറയുമ്പോൾ പോലും അതിൽ പരാതികൾ അറിയിക്കാമെന്ന് കോടതി പറയുകയാണ്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നിർമ്മാണത്തിൽ പരാതികൾ ഇനിയും അറിയിക്കാനുള്ള ഒരു സമയം അത് കോടതി നൽകിയിരിക്കുന്നു. അതുകൂടി പരിഗണിച്ച്, അതായത് വളരെ പ്രധാനമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള ഒരിക്കൽ കൂടി കോടതി പറയുകയല്ലേ ഇതിലൂടെ? അനുജ, അങ്ങനെയാണ്. അതായത് ഭാഗികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ട് കാര്യമില്ല, അത് പൂർണ്ണമായും പൂർത്തിയാക്കി ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കണം, അതിനുശേഷം മാത്രം ടോൾ പിരിക്കാം എന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയതാണ്. അത് തന്നെ ഇന്ന് ആവർത്തിക്കുന്നു. ഇന്ന് കളക്ടർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയത് 18 ബ്ലാക്ക് സ്പോട്ടുകളാണ് ഈ പ്രദേശത്തുള്ളത്. അതിൽ 13 എണ്ണത്തിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 5 എണ്ണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഹർജിക്കാരൻ പറഞ്ഞത് പലയിടങ്ങളിലും അപകടങ്ങൾ പതിവാണ്, പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഈ ടോൾ അനുവദിക്കാനാകില്ല. ടോൾ അനുവദിച്ചാൽ അത് കമ്പനിക്ക് നൽകുന്ന മേൽക്കൈയാവുന്ന കാര്യങ്ങളൊക്കെ ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഹർജിക്കാരെ കൂടി കേൾക്കാൻ ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകിയത്. ഇന്ന് 2 മണിവരെ ജില്ലാ കളക്ടർക്ക് മുൻപാകെ ഈ മണ്ണുത്തി ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പരാതികൾ ഉണ്ട് എങ്കിൽ ആ പരാതികൾ അറിയിക്കാൻ അവർക്ക് സമയം നൽകിയിട്ടുണ്ട്. ആ പരാതികൾ വിലയിരുത്തി ജില്ലാ കളക്ടർ റിപ്പോർട്ട് തയ്യാറാക്കും. അതായത് ജില്ലാ കളക്ടറും RTOയും പോലീസ് സൂപ്രണ്ടും ഇവർ 3 പേരുമാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ളത്. ഈ ഹർജിക്കാരുടെ പരാതികൾ കേട്ട് സ്ഥലത്ത് പരിശോധന നടത്തി ഇവർ റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ട് വ്യാഴാഴ്ച ഹൈക്കോടതിക്ക് മുമ്പാകെ വരും. അതിനുശേഷം ഈ ടോളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അനുജ, അതാണ് പാലിയേക്കര ടോൾ പിരിവ്, അതിലെ വിലക്ക് തുടരുമെന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും കോടതിയുടെ തീരുമാനം. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വ്യാഴാഴ്ച വരെ വിലക്ക് തുടരും. അതിനുശേഷം ഒരു റിപ്പോർട്ട് പരിഗണിച്ച് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് കോടതി ഇന്ന് നൽകിയിട്ടുള്ള സൂചന. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അത് കളക്ടറെ അറിയിക്കാനുള്ള സമയം നൽകിയിരിക്കുന്നു. കളക്ടർ ആ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം വ്യാഴാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കും കോടതി എന്നുള്ളതാണ്. ജനങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ അനുവദിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങളും കോടതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.